ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പൊതുവെ എല്ലാവർക്കും വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, ലെസ്സർ ലെസ്സി, ബെയിലർ ബെയിലി റിലേഷൻഷിപ്പ്, ഇതൊക്കെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: After the maturity of term deposit, the relationship between banker and customer is debtor and creditor. After maturity of term deposit, the relationship between banker and customer is debtor and creditor. പൊതുവെ ഡെപ്പോസിറ്റിൻ്റെ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എല്ലാം ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആവും. അതായത് ബാങ്കർ ഡെപ്റ്ററും ക്രെഡിറ്റർ കസ്റ്റമറും ആയിരിക്കും. ഇനി ലോണിൻ്റെ കേസിലാവുമ്പോൾ നേരെ തിരിച്ചും സംഭവിക്കും. ബാങ്കർ ക്രെഡിറ്റർ ആവും, കസ്റ്റമർ ഡെപ്റ്റർ ആവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ: റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. പൊതുവെ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ ആണ്. കോമൺലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ ഈസ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ഇൻ എക്സിക്യൂട്ടിംഗ് ദ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ there exists a relationship between banker and customer is agent and principal. ഈ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ അക്കൗണ്ട് ഉള്ളത്, ഉദാഹരണത്തിന് നമ്മളെ അക്കൗണ്ട് ഉള്ളത് ഫെഡറൽ ബാങ്കിലാണെന്ന് വിചാരിക്കുക. നമുക്കൊരു ലോൺ ഉണ്ട്, ഒരു വെഹിക്കിൾ ലോൺ ഉണ്ട്. വെഹിക്കിൾ ലോൺ ഉള്ളത് HDFC ബാങ്കിലാണ് വെഹിക്കിൾ ലോൺ ഉള്ളത്. അപ്പോൾ അവർ പറയാണ് നമ്മൾ EMI നമ്മൾ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് പിടിക്കുക എന്ന് പറയുമ്പോൾ HDFCക്കാർ ഫെഡറൽ ബാങ്കിന് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് കൊടുക്കും, നിങ്ങളെ എല്ലാ മാസവും ഇത്ര EMI നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇങ്ങനെ പിടിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലെത്തും. ഇതാണ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ എക്സിക്യൂട്ടിംഗ് ദ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ there exists a relationship between banker and customer is agent and principal. Dash is special relationship between banker and customer. Dash is special relationship between banker and customer. Banker's right of lien. ഇതാണ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ബാങ്കേഴ്സ് റൈറ്റ് ഓഫ് ലീൻ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി. ഇതൊക്കെ എന്താണ്? ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ ആണ് ഈ മൂന്നെണ്ണം. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ, ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ, ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി, ഇതെല്ലാം ജനറൽ റിലേഷൻഷിപ്പ് ആണ്. സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്കേഴ്സ് റൈറ്റ് ഓഫ് ലീൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള എങ്ങനെയാണ്, അല്ലെങ്കിൽ ജനറൽ റിലേഷൻഷിപ്പിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കും. അപ്പോൾ ഏതായിരിക്കും? ബാങ്കേഴ്സ് റൈറ്റ് ഓഫ് ലീൻ. ബാക്കി മൂന്നെണ്ണം ജനറൽ റിലേഷൻഷിപ്പിൽ പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി ഈസ് ദാറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. കൺസൈനർ പ്രിൻസിപ്പളും കൺസൈനി ഏജന്റുമാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയ്യർ, ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയ്യർ ഈസ് ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. എട്ടാമത്തെ ക്വസ്റ്റ്യന്: എ ബാങ്കർ ഈസ് എ ഡാഷ് അക്കോർഡിംഗ് ടു ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ബാങ്കർ എന്താണ്? പ്രിവിലേജർ ഡെപ്റ്റർ ആണ്. എ ബാങ്കർ ഈസ് എ പ്രിവിലേജർ ഡെപ്റ്റർ അക്കോർഡിംഗ് ടു ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ ഇൻ കേസ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്? നേരത്തെ പറഞ്ഞാണ് ഡെപ്പോസിറ്റിൻ്റെ കേസിലൊക്കെ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും. പ്രൈമറിലി ദാറ്റ് ഓഫ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും ഡെപ്പോസിറ്റിൻ്റെ കേസിൽ ബാങ്കർ കസ്റ്റമർ ഉണ്ടായിരിക്കുക. ഇൻ കേസ് ഓഫ് ലോണ്
ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. ലോണിൻ്റെ കേസിൽ ബാങ്കർ ക്രെഡിറ്റർ ആവും, കസ്റ്റമർ ഡെപ്റ്റർ ആയിരിക്കും. ഇൻ കേസ് ഓഫ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ദ റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് ഓഫ് ലെസ്സർ ആൻഡ് ലെസ്സി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കേസിൽ ബാങ്കർ ലെസ്സറും കസ്റ്റമർ ലെസ്സി ആയിരിക്കും. വെൻ എ ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ കോർട്ട് ഓഫ് ലോ ദ ബാങ്കർ ഈസ് കാൾഡ് ഗാർണിഷി. When a garnishee order is issued by court of law, the banker is called garnishee. Legal position of banker in case of fixed deposit. Debtor. Legal position of banker in case of fixed deposit is debtor. In connection with the cash credit, the position of banker is that of creditor. നേരത്തെ പറഞ്ഞാണ് ലോണിൻ്റെ കേസിലൊക്കെ ബാങ്കറിൻ്റെ റിലേഷന് ക്രെഡിറ്റർ ആയിരിക്കും, കസ്റ്റമർ ഡെപ്റ്റർ ആയിരിക്കും. അതായത് ക്യാഷ് ക്രെഡിറ്റ് ഒരു ലോണാണ്. ഇൻ കണക്ഷൻ വിത്ത് ക്യാഷ് ക്രെഡിറ്റ് ദ പൊസിഷൻ ഓഫ് ബാങ്കർ ഈസ് ദാറ്റ് ഓഫ് ക്രെഡിറ്റർ. ഇൻ കേസ് ഓഫ് ബെയിൽമെൻറ്റ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ബെയിലി ബെയിലർ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെയിൽമെൻറ്റിൻ്റെ കേസിൽ ബാങ്കർ ബെയിലി ആയിരിക്കും, കസ്റ്റമർ ബെയിലർ ആയിരിക്കും. ഇതുപോലെ തന്നെ മോഡ്ഗേജ് ആണെങ്കിലും പ്ലഡ്ജ് ആണെങ്കിലും, മോഡ്ഗേജിൻ്റെ കേസിലാണെങ്കിൽ ബാങ്കർ മോഡ്ഗേജി, കസ്റ്റമർ മോഡ്ഗേജർ. ഈ പ്ലഡ്ജിൻ്റെ കേസിലാണെങ്കിൽ ബാങ്കർ പ്ലഡ്ജി, കസ്റ്റമർ പ്ലഡ്ജർ. ആകെ ഒരു മാറ്റമുള്ള കേസ് ഏതാണെന്ന് ചോദിച്ചാൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കേസിൽ ബാങ്കർ ലെസ്സറും കസ്റ്റമർ ലെസ്സി ആയിരിക്കും. ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കാര്യത്തിൽ മാത്രം ബാങ്കർ ലെസ്സർ എന്ന് വരും. അല്ലാത്ത കേസിൽ, അതായത് പ്ലഡ്ജിൻ്റെ കേസിൽ, ബെയിൽമെൻറ്റിൻ്റെ കേസിൽ, മോഡ്ഗേജിൻ്റെ കേസിൽ, ഇവയിലൊക്കെ ബാങ്കർ പ്ലഡ്ജി, മോഡ്ഗേജി, ബെയിലി ഇവയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഏരിയ എല്ലാവരും വളരെ ശ്രദ്ധയോടെ നോക്കണം. കാരണം ഓപ്ഷൻസൊക്കെ കാണുമ്പോൾ വളരെയധികം കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. താങ്ക് യു.